ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. ഹാഫ് മൂൺ സ്നാക്സ് എന്നൊക്കെ ഇതിന് പറയാം. കാരണം ഹാഫ് മൂണിൻ്റെ ആ ഒരു ഷേപ്പിലാണിത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലെ ഫില്ലിങ് വരുന്നത് നല്ല ക്രീമിയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഷവർമയുടെ ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരും. അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 കപ്പ് മൈദാമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെയ്സ് പത്തിരിയൊക്കെ റെഡിയാക്കുമ്പോൾ വെള്ളത്തിൽ പൊടി ഇട്ടിട്ട് ഇതുപോലെ വാട്ടിയെടുക്കുമല്ലോ, അതുപോലെയാണ് കേട്ടോ ഈ ഒരു മാവ് ചെയ്യേണ്ടത്. എങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുള്ളൂ. ഇനി ഇതിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത് ചതക്കാതെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ സവാളയൊക്കെ വഴണ്ടിട്ട് ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ചിക്കൻ പീസ് ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ വൈറ്റ് കളറായി വരും ആ ഒരു ചിക്കന്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് എരിവിന് വേണ്ടിയിട്ടും 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. എക്സ്ട്രാ ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, കാരണം ചിക്കനിന് വെള്ളം അതിൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. അങ്ങനെ 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് 2 മിനിറ്റ് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 ഭാഗത്തോളം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ചൊരു മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ക്യാപ്സിക്കം വേവാനൊന്നും നിൽക്കണ്ട കേട്ടോ, അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഇനി ഒരു സമയത്ത് മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൈദാമാവ് ഒന്ന് വേവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിലൊക്കെ മൈദാമാവ് ആയി വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. ഈ നല്ലൊരു ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ പാലിൽ മൈദാമാവൊക്കെ ആയി വരുമ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് കിട്ടും. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ആയി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നെയ്സ് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ രീതിക്ക് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു തുണിയോ ടവലോ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ വൈറ്റ് മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ അതും ഒരു പാത്രത്തിലാക്കിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡോക്ക് ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ഒരു 4 പീസാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുബൂസിൻ്റെ അത്ര കണ്ട് കട്ടി വേണ്ട, എന്നാൽ നൈസ് പത്തിരിയുടെ അത്ര കണ്ട് കട്ടി കുറവും വേണ്ട, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടെക്സ്ചറിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു ബൗൾ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഓരോ പീസിലേക്കും ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. എത്രയാണോ വെക്കാൻ കഴിയുന്നത് അത്രയും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹാഫ് മൂണിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടുക കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ തന്നെ അവിടെ ഒട്ടി നിൽക്കും കേട്ടോ. വേറെ എക്സ്ട്രാ മൈദയോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കാം. അങ്ങനെ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് മൈദാമാവിൽ നിന്നും എനിക്ക് 21 പീസ് സ്നാക്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഏകദേശം. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മിക്സിൽ ആദ്യം ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലാക്കി കൊടുക്കാം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യല്ലോ ഇതുപോലെ, അതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മുട്ടയുടെ മിക്സോ ബ്രെഡ് ക്രംസോ ഒന്നും ആക്കാതെ നമ്മൾ നേരത്തെ ആക്കി വെച്ച പോലെ തന്നെ ഫ്രൈ ആക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ തന്നെ ഫ്രൈ ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ ഫ്രൈ ആക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ വേണം കേട്ടോ ഇതിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അടി ബ്രെഡ് ക്രംസൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. എല്ലാം തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പീസുകൾ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹാഫ് മൂൺ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാർട്ടിയിലൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണിത്. ഭയങ്കര ടേസ്റ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് കൂടിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ റമളാനൊക്കെ ആണല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇഫ്താർ സ്നാക്സ് ആയിട്ട് ഇതുണ്ടാക്കാം. അപ്പോൾ പൊള്ളി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല ക്രീമി ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.